കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിപക്ഷം ആ പ്രഖ്യാപനം ബഹിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മുഖ്യമന്ത്രി വളരെ വിശദമായി എങ്ങനെയാണ് കേരളം അതിദാരിദ്ര്യമുക്തമായത് എന്ന് നിയമസഭയിൽ വിശദീകരിച്ചു. പുറത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തുകൊണ്ട് തങ്ങൾ സഭ ബഹിഷ്കരിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനുണ്ട്. വിജിൻ, ഈ കേരളം എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തമായത് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗങ്ങളിലേക്ക് വരാം. നൗഫൽ, അതായത് കഴിഞ്ഞ മന്ത്രിസഭ അധികാരത്തിൽ ഏൽക്കുമ്പോൾ പ്രഖ്യാപിച്ചതാണ് അതിദാരിദ്ര്യമുക്ത കേരളം നിർമ്മിക്കും എന്നുള്ളത്. അതിൻ്റെ 2 മാസം കഴിഞ്ഞതോടുകൂടി അതിനുള്ള നടപടികൾ ആരംഭിച്ചു. അങ്ങനെ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിച്ചാണ് നിലവിൽ ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായി അതിദാരിദ്ര്യമുക്തമാകുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് പ്രമേയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ചട്ടം 300 പ്രകാരമാണ് മുഖ്യമന്ത്രി സഭയിൽ ഈ പ്രസ്താവന നടത്തിയത്. അതിനു മുമ്പ് ഈ സഭ നിർത്തിവെക്കുന്നതായുള്ള ഉപക്ഷേപം അത് മന്ത്രി MP രാജേഷാണ് അവതരിപ്പിച്ചത്. പക്ഷേ ആ ഘട്ടത്തിലാണ് സഭാ നടപടികൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷം പുറത്തേക്ക് പോയത്. എന്തായാലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 1000 കോടി രൂപയാണ് സർക്കാർ ചിലവഴിച്ചത്. 4677 കുടുംബങ്ങൾക്ക് വീട് ആവശ്യമായിരുന്നു. ലൈഫ് മിഷൻ മുഖേനയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2711 കുടുംബങ്ങൾ ആദ്യം ഭൂമി നൽകി. ഭവന നിർമ്മാണത്തിന് നടപടികൾ സ്വീകരിച്ചു. ഒപ്പം തന്നെ ദാരിദ്ര്യം വീണ്ടും ഇല്ലാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി നിയമസഭാ സമ്മേളനത്തിൽ നടത്തിയത്. ആവശ്യമായ രേഖകൾ എല്ലാവർക്കും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. 3 നേരം ഭക്ഷണത്തിന് കഴിയാത്തവർക്ക് അത് ഉറപ്പാക്കി. ഗ്രാമങ്ങളിൽ 90.7% നഗരങ്ങളിൽ 88.89% ദരിദ്രരേഖയ്ക്ക് താഴെയായിരുന്നു. അവിടെ നിന്നാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ചരിത്രപരമായ ഒരു ദിവസത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ചരിത്രത്തിൽ ഇടം നേടുന്ന ഈ കേരളപ്പിറവി ദിനമാണ് ഇത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ജനകീയ പങ്കാളിത്തത്തോടെ ഗുണഭോക്തൃ നിർണയം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പൂർണ്ണമായും അതിദാരിദ്ര്യവൽക്കരണം നടത്താൻ കഴിഞ്ഞതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഒപ്പം തന്നെ അവസാന മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഒരു കുടുംബത്തിന് കൂടിയായിരുന്നു അതിദരിദ്രരായി ഉണ്ടായിരുന്നത്. ഒരു കുടുംബം കൂടിയായിരുന്നു അതിദരിദ്രരായി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആ കുടുംബത്തെ കൂടി ദരിദ്രമുക്തമാക്കിയാണ് ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തീർത്തും തെറ്റായ കാര്യമാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നേരത്തെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചില്ല. പെട്ടെന്ന് എങ്ങനെയാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് സംസ്ഥാനം എത്തിയത്? ഏകദേശം 5,90,000 പേർ ഉണ്ടായിരുന്നു LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ. അവിടെ നിന്ന് എങ്ങനെ പൂർണ്ണമായും അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി? ഒപ്പം തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ 64,000 കുടുംബങ്ങൾ എന്ന കുറവിലേക്ക് എങ്ങനെ എത്തി എന്ന ചോദ്യം ഉൾപ്പെടെയാണ് പ്രതിപക്ഷം ചോദിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി ഈ സഭയിൽ വ്യക്തമാക്കിയത് ഇതെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, മാനദണ്ഡങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പട്ടികകൾ തയ്യാറാക്കി എല്ലാ വകുപ്പുകളും ചേർന്ന് ജനകീയ പിന്തുണയോടെ, ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് സർക്കാർ കടന്നത്. അതിൽ കണ്ണുകടിയാണ് പ്രതിപക്ഷത്തിന് ഉള്ളത് എന്നതുൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന് നേരെയുള്ള മറുപടി കൂടി മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു. എന്തായാലും ഒരു ഭാഗത്ത് വിവാദങ്ങൾ ഒക്കെ നടക്കുമ്പോഴും ഈ കേരളപ്പിറവി ദിനത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്ന അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞ അഭിമാനമാണ് എന്നുള്ള കാര്യം സ്പീക്കറും വ്യക്തമാക്കുന്നു. സർവ്വതല സ്പർശിയായ വികസനമാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്ന കാര്യവും സ്പീക്കർ വ്യക്തമാക്കി. എന്തായാലും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് സഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് ഇപ്പോൾ പിരിഞ്ഞിട്ടുള്ളത്. സർക്കാർ അഭിമാനത്തോടുകൂടെ തന്നെയാണ് ഇന്നത്തെ ആ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ കൂടി നമ്മൾ കേട്ടതാണ്. ഇതൊരു ശുദ്ധ തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമസഭയിൽ വി ഡി സതീശൻ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഒരു പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് അടക്കം വ്യക്തമാക്കിയത് ഇത് പലതരത്തിലുള്ള പദ്ധതികളെ കൂടെ ഭാവിയിൽ ദോഷകരമായി ബാധിക്കുമെന്നാണ്. പ്രത്യേകിച്ച് കേന്ദ്ര പദ്ധതികളെ അടക്കം അതിദാരിദ്ര്യരില്ല കേരളത്തിൽ എന്ന് പറയുമ്പോൾ അത്തരം പദ്ധതികൾ അല്ലെങ്കിൽ അത്തരം ഫണ്ട് വിനിയോഗം, ഫണ്ട് വകയിരുത്തുകയൊക്കെ കേരളത്തിന് ഉണ്ടാവില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു? അവർ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്?
ഇക്കാര്യത്തിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇത് ഒരു തട്ടിപ്പാണ്, തട്ടിക്കൂട്ട് കണക്കാണ് അതിദരിദ്രരെ സംബന്ധിച്ചോളം സർക്കാർ ശേഖരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 5,90,000 ആളുകൾ അതിദരിദ്രരായി ഉണ്ടായിരുന്നിടത്തു നിന്ന് അവസാനത്തെ പ്രഖ്യാപനം വരുന്ന ഘട്ടത്തിൽ 64,000 കുടുംബങ്ങൾ മാത്രമാണ് അതിദരിദ്രർ എന്ന പ്രഖ്യാപനം ഉണ്ടായത്. മറ്റുള്ളവരെ എങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി എന്നതിന്റെ കണക്ക് പുറത്തുവിടണം, എങ്ങനെയാണ് ഇക്കാര്യത്തിലുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിലുള്ള വ്യക്തത സർക്കാർ വരുത്തുന്നില്ല എന്നതുൾപ്പെടെയുള്ള കടുത്ത വിമർശനമാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് നിലവിൽ ഇറങ്ങിപ്പോക്ക് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതും. എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ വ്യക്തമാക്കുന്നത് ഇതിൽ കൃത്യമായ കണക്കുകൾ, മാർഗരേഖകൾ തയ്യാറാക്കി ഇവരുടെ എണ്ണം ശേഖരിച്ച് അതിൽ ഓരോ ഘട്ടത്തിലും വീടില്ലാത്തവർക്ക് വീടും ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് അതും ഒക്കെ നൽകിക്കൊണ്ട് കൃത്യമായ മാർഗരേഖ തയ്യാറാക്കി മുന്നോട്ട് പോയാണ് ഇത്തരത്തിൽ പൂർണ്ണമായും അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ എത്തിയത്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അതിന് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുമായുള്ള ആശയവിനിമയം, ഒപ്പം തന്നെ എല്ലാ വകുപ്പുകളുടെയും ഒരു കൂടിയാലോചന ഒക്കെ നടത്തിയ ശേഷമാണ് ആളുകളെ കണ്ടെത്തുകയും അതിദരിദ്രരായ ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തതെന്ന കാര്യമാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഈ കേരളപ്പിറവി ദിനം ഒരു യുഗപ്പിറവിയുടെ ദിനമാണ് എന്ന കാര്യം മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുന്നു.